നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് +1 തുല്യത ഹിസ്റ്ററി പരീക്ഷയ്ക്ക് വൺ വേർഡ് ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇതിൽ രണ്ട് രീതിയിലുള്ള ഉത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തേത് ചേരുംപടി ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തേത് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യത്തെ ഭാഗം ചേരുംപടി ചേർത്ത് എഴുതുക. ഞാനിവിടെ ഓരോന്നിൻ്റെ ആൻസറാണ് പറയുന്നത്. കൃത്യമായിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി പഠിച്ചു വെക്കുക. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് നോക്കുക. സ്പെയിൻ, അൾട്ടാമിറ. ഷൗവറ്റ് ലൂസാക്സ്, ഫ്രാൻസ്. ആസ്ട്രലോപിത്തേക്കസ്, ദക്ഷിണദേശത്തെ വാനരൻ. യൂക്ലിഡ്, എലമെൻഡസ്. ടോളമി, അൽമാജസ്റ്റ്, ജോഗ്രഫി. അവിസന്ന ബ്രാക്കറ്റിൽ ഇബിൻ സിന, കർണൽ ഓഫ് മെഡിസിൻ. ഫിർദൌസി, ഷാനാമ. കാറ്റൻബറി കഥകൾ, ഹെൻറി ചോസർ. നൈറ്റ്, ഫീഫ്. ഇംഗ്ലണ്ട്, ആംഗിൾ ലാൻഡ്. കറുത്ത മരണം, പ്ലേഗ്. അച്ചടിയന്ത്രം, ഗുട്ടൻബർഗ്. അപ്പോൾ ഇത് ആൻസേഴ്സ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. അന്ത്യവിധി, പിയേത്ത, മൈക്കലാഞ്ചലോ. അത് രണ്ട് ചിത്രങ്ങളാണ്. അന്ത്യവിധി, പിയേത്ത എന്ന് പറഞ്ഞത് ചിത്രമാണോ അത് ശില്പമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. രണ്ട് ശില്പങ്ങളാണ് അല്ലേ മൈക്കലാഞ്ചലോയുടെ. അവസാനത്തെ അത്താഴം, ലിയാണോഡോ ഡാവിഞ്ചി. അതാണ് ചിത്രം അല്ലേ. അവസാനത്തെ അത്താഴം, ലിയാണോഡോ ഡാവിഞ്ചി. ഇറാസ്മസ്, വിഡ്ഢിത്തത്തിന് വന്ദനം. പവർലൂം, കാർട്ട്റൈറ്റ്. ഫ്ലൈയിങ് ഷട്ടിൽ, ജോൺ കെ. ലോറൻസോ വാല, ഓൺ പ്ലഷർ. കേന്ദ്രിത സിദ്ധാന്തം, കോപ്പർനിക്കസ്. കോസ്മോഗ്രാഫിക് മിസ്റ്ററി, കെപ്ലർ. ചലനം, ഗലീലിയോ. ഗുരുത്വാകർഷണ സിദ്ധാന്തം, ഐസക് ന്യൂട്ടൻ. ആസ്ടെക്, മായൻ, മെക്സിക്കോ. ഇൻക, പെറു. ലുഡിസം, ജനറൽ നെഡ്ലൂസ്. ആവിയന്ത്രം എന്നാണ് വായിക്കേണ്ടത്, ജെയിംസ് വാട്ട്. സ്പിന്നിങ് ജെന്നി, ഹാൻഗ്രീവ്സ് അല്ലെങ്കിൽ ഹാർഗ്രീവ്സ്. ഈശ്വാസംഘം, ഇഗ്നേഷ്യസ് ലയോള. ലോറൻസോ വാല, ഓൺ പ്ലഷർ, നമ്മൾ നേരത്തെ കണ്ടതാണ്. കേന്ദ്രീത സിദ്ധാന്തം, ഇത് നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ് അല്ലേ. ഓക്കെ. സൂര്യകേന്ദ്രീത സിദ്ധാന്തം, കോപ്പർനിക്കസ്. കോസ്മോഗ്രാഫിക് മിസ്റ്ററി, കെപ്ലർ. ചലനം, ഗലീലിയോ. ഗുരുത്വാകർഷണ സിദ്ധാന്തമാണ്, ഭൂഗുരുത്വാകർഷണ സിദ്ധാന്തം അല്ലെങ്കിൽ ഗുരുത്വാകർഷണ സിദ്ധാന്തം, ഐസക് ന്യൂട്ടൻ. ആസ്ടെക്, മായൻ സംസ്കാരങ്ങളാണ്, മെക്സിക്കോ. ഇങ്ക, പെറു. ആസ്ടെക്, മായൻ, ഇങ്ക ഇതൊക്കെ സംസ്കാരങ്ങൾ അല്ലെ. ലുഡിസം, ജനറൽ നെഡ്ലൂസ്. ആവിയന്ത്രം, ജെയിംസ് വാട്ട്. സ്പിന്നിങ് ജെന്നി, ഹാർഗ്രീവ്സ്. ഇത്രയും കാര്യങ്ങൾ ചേരുംപടി ചേർക്കാനുള്ളതിൽ കൃത്യമായിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുകയും പഠിക്കുകയും എഴുതി വെക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി നമ്മൾ 1 മാർക്കിൻ്റെ വൺ വേർഡ് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. അപ്പോൾ ഞാനത് നേരെ ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പറയുന്നത്. ഒറിജിൻ ഓഫ് സ്പീഷീസ് രചിച്ചതാര്? ഒറിജിൻ ഓഫ് സ്പീഷീസ് രചിച്ചതാര്? അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തത്തിന്റെ പിതാവ് ചാൾസ് ഡാർവിൻ. പരിണാമ സിദ്ധാന്തത്തിന്റെ പിതാവ് ചാൾസ് ഡാർവിൻ, അല്ലെങ്കിൽ അദ്ദേഹം രചിച്ച ബുക്കിന്റെ പേരാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഹോമിനിഡുകൾ ഏത് കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു? ഹോമിനിഡുകൾ ഏത് കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു? ഹോമിനിഡുകൾ ഹോമിനിഡെ എന്ന കുടുംബത്തിൽപ്പെട്ടവരാണ്. വിദഗ്ധ മനുഷ്യർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹോമോ ഹാബിലിസ്. വിദഗ്ധ മനുഷ്യർ എന്നറിയപ്പെടുന്നത് ഹോമോ ഹാബിലിസ്.
നിവർന്ന മനുഷ്യർ എന്നറിയപ്പെടുന്നത് ഹോമോ ഇറക്ട്. നിവർന്ന മനുഷ്യർ എന്നറിയപ്പെടുന്നത് ഹോമോ ഇറക്ട്. ബുദ്ധിമാനായ മനുഷ്യർ എന്നറിയപ്പെടുന്നത് ഹോമോ സാപ്പിയൻസ്. ബുദ്ധിമാനായ മനുഷ്യർ എന്നറിയപ്പെടുന്നത് ഹോമോ സാപ്പിയൻസ്. മെസപ്പൊട്ടോമിയയിലെ ആദ്യ ഭാഷ. മെസപ്പൊട്ടോമിയയിലെ ആദ്യ ഭാഷ സുമേറിയൻ. ആദ്യ ഭാഷ സുമേറിയൻ. ഇടയ മേഖലയിൽ വളർന്നു വന്ന വ്യാപാര നഗരം അല്ലെങ്കിൽ രാജകീയ തലസ്ഥാന നഗരം എന്നറിയപ്പെടുന്നത് മാരി. ഏതാണ്? മാരി അല്ലെ? ഇടയ മേഖലയിൽ വളർന്നു വന്ന വ്യാപാര നഗരമാണ് മാരി, അല്ലെങ്കിൽ രാജകീയ തലസ്ഥാന നഗരമാണ് മാരി. പുൽമേടുകളുടെ ദേവൻ ആരാണ്? പുൽമേടുകളുടെ ദേവൻ എന്നറിയപ്പെടുന്നത് ഡേഗൺ എന്നാണ്. ദേവൻ, ഡേഗൺ, അങ്ങനെ പഠിക്കുക. ഓക്കെ. പ്രണയത്തിന്റെയും യുദ്ധത്തിന്റെയും ദേവതയുടെ പേരാണ് ഇനന്ന അല്ലെ? ഇനന്ന. പ്രണയത്തിന്റെയും യുദ്ധത്തിന്റെയും ദേവതയുടെ പേരാണ് ഇനന്ന. മെസപ്പൊട്ടോമിയയിലെ ഇതിഹാസ കാവ്യം എന്നറിയപ്പെടുന്നത് ഗിൽഗമേഷിന്റെ ഇതിഹാസമാണ്. മെസപ്പൊട്ടോമിയയിലെ ഇതിഹാസ കാവ്യം എന്നറിയപ്പെടുന്നത് ഗിൽഗമേഷിന്റെ ഇതിഹാസമാണ്. റോമ സാമ്രാജ്യത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത്, ചോദ്യം മനസ്സിലാക്കുക, റോമ സാമ്രാജ്യത്തിന്റെ ഹൃദയം ഏതാണ്? മെഡിറ്ററേനിയൻ ആണ്. മെഡിറ്ററേനിയൻ. റോമ സാമ്രാജ്യത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് മെഡിറ്ററേനിയൻ. റോമൻ നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണ്? റോമൻ നഗരം സ്ഥിതി ചെയ്യുന്നത് ടൈബർ നദിക്കരയിലാണ്. ടൈബർ നദിക്കരയിലാണ്. ആദ്യ റോമ ചക്രവർത്തി ആരാണ്? അഗസ്റ്റസ് സീസർ. ആദ്യ റോമ ചക്രവർത്തിയാണ് അഗസ്റ്റസ് സീസർ, അല്ലെങ്കിൽ ഒക്ടേവിയൻ, അല്ലെങ്കിൽ ഒക്ടേവിയൻ. അടുപ്പിന്റെ ആകൃതിയിലുള്ള കുടിലുകളുടെ പേരെന്താണ്? അടുപ്പിന്റെ ആകൃതിയിലുള്ള കുടിലുകളുടെ പേരാണ് മപ്പാലിയ. മപ്പാലിയ. അടുപ്പിന്റെ ആകൃതിയിലുള്ള കുടിലുകളുടെ പേരാണ് മപ്പാലിയ. നാച്ചുറൽ ഹിസ്റ്ററിയുടെ രചയിതാവ്. നാച്ചുറൽ ഹിസ്റ്ററിയുടെ രചയിതാവാണ് പ്ലീനി. ആരാണ്? പ്ലീനി. സ്പെയിനിലെ ഹിൽ ടോപ്പ് വില്ലേജുകൾ അറിയപ്പെടുന്ന പേര് കാസ്റ്റല്ല. സ്പെയിനിലെ ഹിൽ ടോപ്പ് വില്ലേജുകൾ അറിയപ്പെടുന്ന പേരാണ് കാസ്റ്റല്ല. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പുറത്തിറക്കിയ സ്വർണ്ണ നാണയം അറിയപ്പെടുന്നത് സോളിഡസ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പുറത്തിറക്കിയ സ്വർണ്ണ നാണയം അറിയപ്പെടുന്നത് സോളിഡസ്. പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ചത് അഗസ്റ്റസ് സീസർ. പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ചത് അഗസ്റ്റസ് സീസർ. പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ചത് അഗസ്റ്റസ് സീസർ. ആദ്യത്തെ 4 ഖലീഫമാർ ആരൊക്കെയാണ്? ആദ്യത്തെ 4 ഖലീഫമാർ ആരൊക്കെയാണ്? അബൂബക്കർ, ഉമ്മർ, ഉസ്മാൻ, അലി. അബൂബക്കർ, ഉമ്മർ, ഉസ്മാൻ, അലി. ഉമയ്യദുകളുടെ തലസ്ഥാനമായി അറിയപ്പെടുന്നത്, ഉമയ്യദുകളുടെ തലസ്ഥാനമായി അറിയപ്പെടുന്നത് ദമാസ്കസ് ആണ്. ഉമയ്യദുകളുടെ തലസ്ഥാനമായി അറിയപ്പെടുന്നത് ദമാസ്കസ്. അബ്ബാസികളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ബാഗ്ദാദ്. അബ്ബാസികളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ബാഗ്ദാദ്. ഉമയ്യദ് വംശത്തിന്റെ സ്ഥാപകൻ ആവിയ, മുഹമ്മദ് ആവിയ അല്ലെ? ഉമയ്യദ് വംശത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആവിയ. ഡോം ഓഫ് ദി റോക്ക് പണി കഴിപ്പിച്ചത്, അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്തത്, ഡോം ഓഫ് ദി റോക്ക് പണി കഴിപ്പിച്ചത് അബ്ദുൾ മാലിക്. ഡോം ഓഫ് ദി റോക്ക് പണി കഴിപ്പിച്ചത് അബ്ദുൾ മാലിക്. സമാനിദുകളുടെ ആസ്ഥാന കവി, സമാനിദുകളുടെ ആസ്ഥാന കവി അല്ലെങ്കിൽ പേർഷ്യൻ കവിതകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രുദഗിയാണ്. രുദഗി. ഓക്കെ. ഫ്യൂഡൽ സമൂഹം എന്ന കൃതി രചിച്ചത്, ഫ്യൂഡൽ സമൂഹം എന്ന കൃതി രചിച്ചത് മാർക്ക് ബ്ലോക്ക്. ഫ്യൂഡൽ സമൂഹം എന്ന കൃതി രചിച്ചത് മാർക്ക് ബ്ലോക്ക്. ഫ്യൂഡലിസം ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? ഫ്രാൻസിലാണ്. ഫ്യൂഡലിസം ആദ്യമായി ആരംഭിച്ചത് ഫ്രാൻസിലാണ്. കത്തോലിക്ക സഭാ കർഷകരിൽ നിന്നും പിരിച്ചെടുത്തിരുന്ന നികുതിയുടെ പേര് ടൈപ്പ് ഓഫ് 2. ടൈപ്പ് ഓഫ് 2. കത്തോലിക്ക സഭാ കർഷകരിൽ നിന്നും പിരിച്ചെടുത്തിരുന്ന നികുതിയാണ് ടൈപ്പ് ഓഫ് 2. രാജാവ് കർഷകരിൽ
നിന്ന് പിരിച്ചെടുത്ത നികുതിയാണ് ടെയ്ലി. രാജാവ് കർഷകരിൽ നിന്ന് പിരിച്ചെടുത്ത നികുതിയാണ് ടെയ്ലി. നവോത്ഥാനം ആരംഭിച്ചത് എവിടെയാണ്? ഇറ്റലി. നവോത്ഥാനം ആരംഭിച്ചത് എവിടെയാണ്? ഇറ്റലി. മതനവീകരണ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയാണ്? മതനവീകരണ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയാണ്? ജർമ്മനിയിലാണ് അല്ലെ. മാർട്ടിൻ ലൂതർ ആണ് ആരംഭിച്ചത്. ഓക്കെ, മതനവീകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ജർമ്മനിയിലാണ്. മാർട്ടിൻ ലൂതർ ആണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഓക്കെ, പ്രതിമത നവീകരണ പ്രസ്ഥാനത്തിന്റെ നേതാവ്. പ്രതിമത നവീകരണ പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇഗ്നേഷ്യസ് ലയോള. പ്രതിമത നവീകരണത്തിന്റെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇഗ്നേഷ്യസ് ലയോള. ആസ്തക്കുകളുടെ തലസ്ഥാനം ഏതാണ്? ടെക്നോറ്റലിൻ അല്ലെ. ടെനോക്ടലിൻ ആണ് എന്താ ആസ്തക്കുകളുടെ തലസ്ഥാനം. ഏതാണ്? ടെനോക്ടലിൻ. ആസ്തക്കുകൾ നിർമ്മിച്ച കൃത്രിമ ദ്വീപ് ഏതാണ്? ചിനംബാസ് ആണ്. ആസ്തക്കുകൾ നിർമ്മിച്ച കൃത്രിമ ദ്വീപ് അറിയപ്പെടുന്നത് ചിനംബാസ്. പ്രഭുക്കന്മാരുടെ മക്കൾ പഠിക്കുന്ന ആസ്തക് വിദ്യാലയമാണ് കൽമെക്കക്. ഏതാണ്? കൽമെക്കക്. പ്രഭുക്കന്മാരുടെ മക്കൾ പഠിക്കുന്ന ആസ്തക് വിദ്യാലയമാണ് കൽമെക്കക്. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ആസ്തക്കിലെ വിദ്യാലയമാണ് ടെപ്പോക്കെല്ലി. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ആസ്തക് വിദ്യാലയം അറിയപ്പെടുന്നത് ടെപ്പോക്കെല്ലി. ഇൻകകളുടെ ആദ്യ രാജാവ് മാൻകോ കെപ്പക് ആണ്. മാൻകോ കെപ്പക്. ചരടുകളിൽ ഗണിത യൂണിറ്റുകൾ സൂചിപ്പിക്കുന്ന സമ്പ്രദായം കിപ്പു. ചരടുകളിൽ ഗണിത യൂണിറ്റുകൾ സൂചിപ്പിക്കുന്ന സമ്പ്രദായം കിപ്പു. വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്? ഇംഗ്ലണ്ട്. വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ്. ജപ്പാനിലെ പട്ടാള മേധാവികൾ അറിയപ്പെടുന്നത് ഷോഗൺ എന്നാണ്. ജപ്പാനിലെ പട്ടാള മേധാവികൾ അറിയപ്പെടുന്നത് ഷോഗൺ എന്ന പേരിലാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയുടെ പഴയ പേര് എദോ. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയുടെ പഴയ പേരാണ് എദോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന വൺ വേർഡുകളാണ്. ഒരു മാർക്കിന്റെ ഭാഗങ്ങളാണ്. ചേരുംപടി ചേർക്കുമ്പോൾ അത് ഒരു സെറ്റായിട്ടാണ് ഉണ്ടാവുക. 4 മാർക്ക് വെച്ചിട്ടുള്ള സെറ്റ്. ഇത്രയും ഭാഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് ഫോളോ ചെയ്യുക. ഓക്കെ, അവന് നമുക്ക് വീണ്ടും പുതിയ ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.